ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബൗണ്ട് കറന്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. വോളിയം ബൗണ്ട് കറന്റും അതുപോലെ സർഫസ് ബൗണ്ട് കറന്റും പറഞ്ഞു. അതിന്റെ എക്സ്പ്രഷൻ പറഞ്ഞിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു എക്സ്പ്രഷൻ? ഒന്ന് നമുക്ക് കിട്ടിയത് സർഫസ് ബൗണ്ട് കറന്റ് കെ ബി ഈക്വൽ ടു എം ക്രോസ് എൻ ക്യാപ്പ് എന്ന് കിട്ടി അല്ലെ. അതുപോലെ നമുക്ക് രണ്ടാമതായിട്ട് വോളിയം ബൗണ്ട് കറന്റ് ജെ ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എം എന്ന് കിട്ടി അല്ലെ. ഈ രണ്ട് എക്സ്പ്രഷൻസ് ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ എന്ത് വേണം? ഇതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ പറയാം അല്ലെ. ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബൗണ്ട് കറന്റ്സ് നോക്കാം. ഓക്കെ, അപ്പൊ ടൈറ്റിൽ ചെയ്ത ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബൗണ്ട് കറന്റ്സ്. നമ്മള് ബൗണ്ട് ചാർജിന്റെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞിരുന്നു അല്ലെ. നമ്മള് ഒരു മെറ്റീരിയൽ പോളറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് പിന്നെ ആ രീതിയിൽ ബൗണ്ട് ആയിട്ട് വരുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നു. ഒന്ന് യൂണിഫോമും ഒന്ന് നോൺ യൂണിഫോം പോളറൈസേഷൻ വെച്ചിട്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് മറിച്ചു നോക്കാം. ഏകദേശം അതേപോലത്തെ ഒരു ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം സർഫസ് ബൗണ്ട് കറന്റിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. സർഫസ് ബൗണ്ട് കറന്റ് എന്തായിരുന്നു? കെ ബി ഈക്വൽ ടു എം ക്രോസ് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് ആദ്യം പറയുന്നത്. ഓക്കെ, ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്തോ ഒരു ആർബിട്രറി ഷേപ്പുള്ള ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനകത്തെ ടൈനി മാഗ്നറ്റിക് അല്ലെങ്കിൽ കറന്റ് ലൂപ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അലൈൻ ചെയ്യാണ് അല്ലെ. ദി അലൈൻമെന്റ് ഓഫ് കറന്റ് ലൂപ്സ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കാൾഡ് മാഗ്നറ്റൈസേഷൻ അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? ഒരുപാട് ടൈനി എന്തുണ്ട്? കറന്റ് ക്യാരിയിങ് ലൂപ്സ് ഉണ്ട്. ആറ്റോമിക് ഓർബിറ്റ്സ് എന്ന് പറയാം അല്ലെ. ഈ രീതിയിൽ ഒരുപാട് ലൂപ്സ് ഉണ്ട്. ഇനി ഇതിലൂടെ ഒക്കെ എന്തുണ്ട്? കറണ്ട് ഒഴുകുന്നുണ്ട് അല്ലെ. ബിക്കോസ് ഓഫ് ദി സർക്കുലേഷൻ ഓഫ് ഇലക്ട്രോൺ അറൌണ്ട് ദ ന്യൂക്ലിയസ് അല്ലെ. ഇവിടെ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അങ്ങനത്തെ അതായത് ആറ്റോമിക് ഓർബിറ്റ്സ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇനി നമ്മളൊരു ഡയറക്ഷൻ ഫിക്സ് ചെയ്യാം. സപ്പോസ് കറണ്ട് നമ്മൾ ഇതിനകത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകുന്നത് എഴുതാം. ഇതിനകത്ത് നമ്മൾ എക്സ്റ്റേണലി ഒരു ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇതിനകത്തൂടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഒഴുകുന്നുണ്ട്. ഇതൊരു തിക്നെസ് ഉള്ള സ്ട്രിപ്പാണ് കേട്ടോ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കറണ്ട് ഒന്ന് കാണിക്കുകയാണ്. ഇതിലെങ്ങനെയാണ്? ഇങ്ങോട്ട് പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും അല്ലെ. ഇത് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ആന്റി ക്ലോക്ക് വൈസ് ഈ ലൂപ്പിലൂടെ വരക്കുക ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ അല്ലെ. ഇങ്ങോട്ടേക്ക്, ഇത് അങ്ങോട്ടേക്ക്, അങ്ങനെ കൊടുത്തില്ലേ? ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്തുള്ള ഈ രണ്ട് ലൂപ്പ് നോക്കുക. ഇതൊരു ലൂപ്പ്, അതുപോലെ ഇതൊരു ലൂപ്പ്. ഇതിലൂടെ ആന്റി ക്ലോക്ക് വൈസ് അല്ല, അതേപോലെ ഇതിലൂടെ ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ചേർക്കാണ്. ഇത് ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഞാൻ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് എൻലാർജ് ചെയ്ത് വയ്ക്കണം. നോക്കാം, ഇത് അടുത്തടുത്തുള്ള രണ്ട് ലൂപ്പുകളാണ് ഇത്. ഓക്കെ, ഇതിങ്ങനെ സർഫസ് കൂടെ പോവാം. ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് ലൂപ്പുകൾ. ഇതിലൂടെ ആന്റി ക്ലോക്ക് വൈസ് അല്ലേ കറണ്ട് പോകുന്നത് അല്ലേ. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക്, ഇതിങ്ങനെ അല്ലേ. അതുപോലെ ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിലത്തെ രണ്ട് ബ്ലോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ കാണിക്കുന്നത്, മാഗ്നിഫൈഡ് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതിലൂടെ കറണ്ട് ഇങ്ങോട്ട് അല്ലെ, ഇതിലൂടെ താഴേക്ക്, ഇതിലൂടെ അങ്ങോട്ടേക്ക് ആണല്ലോ. ഇതിലൂടെ അങ്ങോട്ടേക്ക് കറണ്ട് ഒഴുകുന്നു. അതിന്റെ തൊട്ട് താഴെയുള്ളതിലൂടെ ഇങ്ങോട്ടേക്കും കറണ്ട് ഒഴുകുന്നു. എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ടിലൂടെ ഒന്ന് അങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും ഒഴുകുന്നു. അപ്പൊ അവര് തമ്മിൽ എന്ത് ചെയ്യും? ആ കറണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഇവിടെ എങ്ങനെ നിൽക്കുന്ന ഇയാളുടെ കറണ്ട് മുകളിലേക്കാണ്, എന്നാൽ ഇയാളുടെ കറണ്ട് അതേ സൈഡിൽ താഴേക്കാണ്. അപ്പൊ അവരും തമ്മിൽ ക്യാൻസൽ ആയി പോകും. അതുപോലെ ഇയാളുടെ കറണ്ട് അങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ് അല്ലെ. ഒന്നങ്ങോട്ടും ഒന്നും. അങ്ങനെ ഉള്ളിലുള്ളതൊക്കെ മൊത്തം ക്യാൻസൽ ചെയ്ത് പോകും. നമ്മൾ ഓർക്കണ അത് കമ്പയർ ചെയ്യാൻ ശരിക്കും നമ്മള് ഇലക്ട്രിക് ഡൈപോൾ എങ്ങനെ ചെയ്തിരുന്നേ? ഇങ്ങനെ കുറെ പിന്നെ ഡൈപോളുകള് അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട് എഴുതാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ഇങ്ങനെ മൈനസും പ്ലസും അല്ലെ. എന്നിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ എല്ലാം അലൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നോക്കുക, ഇവിടെ അടുത്തെടുക്കുന്ന പ്ലസും മൈനസും ക്യാൻസൽ ചെയ്തു, ഈ പ്ലസും മൈനസും ക്യാൻസൽ ചെയ്തു, എന്നിട്ട് ലാസ്റ്റ് വെക്കുന്ന ഈ മൈനസും ഇവിടെ വെക്കുന്ന ഈ പ്ലസും മാത്രം ബാക്കിയായി. എന്നിട്ട് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ലാർജർ ഡൈപോൾ എന്ന് പറഞ്ഞിരുന്നില്ലേ അന്നത്തെ ഇന്റർപ്രിട്ടേഷനില്.
അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത് അല്ലെ. ഇതിന്റെ അകത്തുള്ള അഡ്ജസന്റ് സൈഡ്സ് തമ്മിലുള്ള കറണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവര് തമ്മിലാണ് ക്യാൻസൽ ചെയ്ത് പോകും. എന്നാൽ മുകൾ ഭാഗത്തെ ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഇയാൾക്ക് മുകളിൽ ഇനി ആരില്ല, അതുപോലെ ഇയാൾക്കില്ല. അങ്ങനെ മുകളിലത്തെ നോക്കുകയാണെന്ന് വെച്ചാൽ അവർക്കൊന്നും ക്യാൻസൽ ചെയ്ത് പോകാനാളില്ല അല്ലെ. അപ്പൊ നോക്കുക, ഇതിങ്ങനെയല്ലേ. അതുപോലെ താഴെയുള്ളത് ഇവിടുന്ന് ആന്റി ക്ലോക്ക്വൈസ് ആണ്, എങ്ങനെയല്ലേ അല്ലെ, ഈ രീതിയിൽ പോകും. ഇവരതും ക്യാൻസൽ ചെയ്യാനാളില്ല. ഇനി സൂക്ഷിച്ച് നോക്കിയാൽ ഇവര് വളരെ അടുത്തല്ലേ നിൽക്കുന്നേ. അപ്പൊ കറണ്ട് ശരിക്കും എങ്ങനെ ഒഴുകണേ, ഇങ്ങനെ അല്ലെ. ഉള്ളിലുള്ള കറണ്ട് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി, സർഫസിലൂടെ മാത്രം കറണ്ട് ഇങ്ങനെ ഒഴുകുക അല്ലെ. ആൻഡ് ദാറ്റ് ഈസ് ബൗണ്ട്. എന്തുകൊണ്ടാണ് ബൗണ്ട് എന്ന് പറയുന്നത്? നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ഇവര് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ അലൈൻ ചെയ്ത് നിന്നിട്ട് അതിന്റെ അകത്തുള്ള കറണ്ടൊക്കെ ക്യാൻസൽ ചെയ്ത് പോയത്. എന്നിട്ടാണ് പുറത്തുള്ള മാത്രം നിൽക്കുന്നത്. ആ കറണ്ടിനെ നമുക്ക് എക്സ്റ്റേണലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേ ആർ നോട്ട് ഫ്രീ അല്ലെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്താണ്, ബൗണ്ടാണ് അല്ലെ. അങ്ങനെ സർഫസിലൂടെ മാത്രം ഒഴുകുന്ന കറണ്ടാണ് എന്ത് സർഫസ് ബൗണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അതിന്റെ ഒരു പിന്നെ നോക്കാം. അപ്പൊ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കറന്റ് ലൂപ്പ്, ആസ് എ ലാർജ് കറന്റ് ലൂപ്പ്. ഇങ്ങനത്തെ ഒരുപാട് ടൈനി കറന്റ് ലൂപ്സ് കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയ കറന്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളിലത്തൊക്കെ ക്യാൻസൽ ആയി പോയ ഷേപ്പ് എന്തായി, ഇങ്ങനെ ഒരു ഷേപ്പായി അല്ലെ. ഇതിലൂടെ കറണ്ട് ഒഴുകുന്നു, ഇതൊരു ലൂപ്പ്, ഇതിന്റെ ഏരിയ എ, അതിലൂടെ കറണ്ട് ഒഴുകുന്നു. അതിന്റെ മാഗ്നറ്റിക് മൂവ്മെന്റ് എന്താണ്, M = I × A, കറന്റിന്റെ ഏരിയ അല്ലെ. ആ രീതിയിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുക, നമുക്കറിയാം മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൂവ്മെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ് അല്ലെ, യൂണിറ്റ് വോളിയം ആണ്. അപ്പൊ നമുക്ക് M = M × വോളിയം എന്ന് എഴുതാം. സ്മാൾ ലെറ്റർ M = ക്യാപിറ്റൽ M × വോളിയം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ സ്പെസിമെന്റെ കേസിൽ സ്മാൾ ലെറ്റർ M = ക്യാപിറ്റൽ M × A × T, where A is the area of the loop and T is the thickness of the loop. ഞാൻ പറഞ്ഞു ഇത് കുറച്ച് കട്ടിലുള്ള ഒരു ഇതാണ്, എനിക്ക് വരക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ ഇതിനൊരു തിക്നെസ് ഉണ്ട് കരുതുക. അതിന്റെ തിക്നെസ് ആണെന്ത്, ഒരു സ്ട്രിപ്പ് പോലെ, ഒരു പട്ട പോലെ അല്ലെ, ഇങ്ങനെ ഒഴുകാൻ കരുതുക. ഇതൊരു കട്ടിയുള്ള ബ്ലോക്കാന്ന് കരുതുക. അപ്പൊ അതിന്റെ സർഫസിൽ ഒരു ബെൽറ്റ് പോലെ, ഓക്കെ, ഒരു ബെൽറ്റ് പോലെ, അതിലൂടെ മാത്രം കറണ്ട് ഒഴുകാൻ കരുതുക. അതിന്റെ തിക്നെസ് ആണെന്ത്, T എന്ന് പറയുന്നത്. അപ്പം A ആണ് ഏരിയ. അപ്പൊ മാഗ്നറ്റിക് മൂവ്മെന്റ് M × AT എന്ന് കൊടുക്കാം അല്ലെ. മാഗ്നറ്റിക് മൂവ്മെന്റ് M = മാഗ്നറ്റൈസേഷൻ × വോളിയം അല്ലേ. അപ്പൊ സ്മാൾ M = ക്യാപിറ്റൽ M × വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ × തിക്നെസ് കൊടുക്കാം. അത് ഒരു എക്സ്പ്രഷൻ. ഇനി ഇത് നമ്മൾ വലിയൊരു ഡൈപോൾ ആയിട്ട് ഇതിനെ പരിഗണിക്കാന്ന് പറഞ്ഞു അല്ലെ. ആ ടേംസിന് നമുക്ക് M = കറന്റ് × എന്ത് കൊടുക്കാം, ഏരിയ എന്ന് കൊടുക്കാം അല്ലെ. I × A എന്ന് കൊടുക്കാം അല്ലെ, I × ഏരിയ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും സെയിം ആണ്. അപ്പം MAT = I × A എന്ന് കൊടുക്കാം അല്ലെ. MAT = I × A എന്ന് കൊടുക്കാം. A കട്ട് ചെയ്ത് പോയി, ബാക്കി M × T = I എന്ന് കൊടുക്കാം അല്ലെ. I = M × T അല്ലെ. I എന്ന് പറഞ്ഞാൽ കറന്റ് = മാഗ്നറ്റൈസേഷൻ × തിക്നെസ്. ഇനി എന്താണ് സർഫസ് കറന്റ് എന്ന് പറഞ്ഞാല്, കറന്റ് പെർ യൂണിറ്റ് ഏരിയ perpendicular to the unit length perpendicular to the flow of current. സർഫസ് കറന്റ് എന്ന് പറഞ്ഞാൽ കറന്റ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ഓഫ് കറന്റ്. കറന്റ് ഇങ്ങനെയല്ലേ ഒഴുകുന്നേ, അതിന്റെ തിക്നെസ് അതിന് പെർപെൻഡിക്കുലർ അല്ലേ അല്ലെ. നിങ്ങൾ ബെൽറ്റിന്റെ കേസ് ഇമാജിൻ ചെയ്യാം. ബെൽറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ഒഴുകുന്നുണ്ട്. ഒരു ബെൽറ്റ് ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട്, അതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ആ ബെൽറ്റിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒഴുക്കിന് പെർപെൻഡിക്കുലർ അല്ലേ, അതല്ലേ തിക്നെസ്. അപ്പം I/T എന്ന് കൊടുക്കാം, which is equal to M. I/T എന്ന് പറഞ്ഞാൽ M അല്ലേ. ദാറ്റ് മീൻസ് KB = I/T × M എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ നോർമൽ കേസ് എടുക്കാം അല്ലെ. എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് ഇപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ വെച്ചാലുള്ളത് അങ്ങനെയാണ്. അപ്പൊ അത് ചെരിഞ്ഞോ മറിഞ്ഞൊക്കെ എന്നാലും എന്ത് ചെയ്യാം, എങ്ങനെ കാണിച്ചു തരാം. ഇതാണ് കറണ്ട് വരുന്നത്. ഇതിങ്ങനെ ചെരിഞ്ഞു മറിഞ്ഞൊക്കെ എന്നാലും അതിന്റെ പെർപെൻഡിക്കുലർ കമ്പൗണ്ട് മാത്രം എടുക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് ജനറൽ ആയിട്ട് KB = M എന്നല്ലേ ഇപ്പൊ കിട്ടിയേ. അത് നമുക്ക് ജനറൽ ആയിട്ട് M × N എന്ന് പറയാം. വേർ N is the യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദി സർഫസ് അല്ലെ. ആ ബെൽറ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് സർഫസ് ബൗണ്ട് കറന്റിന്റെ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അതിന്റെ വേർഡ് ബൈ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അതിനകത്ത് ടേംസ് ആഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വോളിയം ബൗണ്ട് കറന്റ് പറയണം അല്ലെ.
വോളിയം ബൗണ്ട് കറണ്ട് എന്ന് പറയുമ്പോൾ അത് നോൺ യൂണിഫോം മാഗ്നറ്റൈസേഷൻ കറണ്ട് ഉണ്ടാവുക. ഓക്കെ, ഒരു മെറ്റീരിയലിനകത്ത് നോൺ യൂണിഫോം മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുമ്പോഴാണ് വോളിയം ബൗണ്ട് കറണ്ട് ജെ ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എം. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ പറയുമ്പോൾ ഓക്കെ. അപ്പൊ നോക്കാം, ഇതുപോലെ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ ഉണ്ട്. അതിനകത്ത് കുറെ ചെറിയ എന്തുണ്ട്, എന്താ പറയാ, ബ്ലോക്കുകൾ അല്ലെങ്കിൽ ചങ്ക്സ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ കുറെ ബ്ലോക്കുകൾ ഉണ്ടെന്ന് എഴുതുക. അതിലൂടെ നമ്മൾ ഈ പറഞ്ഞ കറണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒഴുകുമ്പോൾ നമുക്ക് അതിനെ പിന്നെ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചത് പോലെ കാണിക്കാം. നോക്കുക, ഇത് കുറച്ചൊരു എന്താ പറയാ tedious ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ആഴത്തിൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മാത്രം ഒരു ഐഡിയ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് എക്സ്, ഇത് വൈ, ഇത് സെറ്റ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്തുണ്ട്, ഒരുപാട് പിന്നെ ചങ്ക്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് വിത്ത് ഡിഫറെന്റ് എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ. ചങ്ക്സ് അല്ലെങ്കിൽ ബ്ലോക്സ് ഓഫ് മെറ്റീരിയൽസ് അല്ലെ. ഇതിനകത്ത് ഒരുപാട് ആറ്റോമിക് ഓർബിറ്റ്സ് ഉണ്ടെന്നുണ്ടല്ലേ, അതിനൊക്കെ നമ്മളൊരു ബ്ലോക്ക് ആയിട്ട് ഇമാജിൻ ചെയ്യാം. ഓരോ ആറ്റോമിക് ഓർബിറ്റിനെയും നമ്മൾ ഓരോ ക്യൂബ്സ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ആ ക്യൂബിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, ഇവിടെ ഒരു ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തൊട്ടടുത്ത് ഇവിടെ കുറച്ചുകൂടെ വലിയൊരു ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലത്തെ ടൈനി ചങ്ക്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ബ്ലോക്സ് ആണ്. ഈ ഇവര് തമ്മിൽ dy സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, dy സെപ്പറേഷൻ ഉണ്ട്. ഇതിനെ ഈ പോയിന്റിലുള്ള മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റൈസ്ഡ് അലോങ് z ഡയറക്ഷൻ, അതുകൊണ്ട് mz മാഗ്നറ്റൈസ്ഡ് അലോങ് z ഡയറക്ഷൻ അറ്റ് പൊസിഷൻ y. ഓക്കെ, ഈ ക്യൂബ് എന്താ പറയാ അനുഭവിക്കുന്ന മാഗ്നറ്റൈസേഷൻ, എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ എന്താണ്, mz ആണ്. z ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അറ്റ് പോയിന്റ് y, y എന്ന് പറഞ്ഞ y ആക്സിസിൽ y എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഈ ഒരു ക്യൂബ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ mz അറ്റ് y. ഓക്കെ, അതുപോലെ ഇവിടെ നിന്നും dy ഡിസ്റ്റൻസിലുള്ള ഇവിടുത്തെ മാഗ്നറ്റൈസേഷൻ എന്താണ്, mz അറ്റ് y പ്ലസ് dy അല്ലെ. ഇത് y പ്ലസ് dy എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അനുസരിച്ച് ആക്സിസ് ഒക്കെ വരക്കാം കേട്ടോ, y ആക്സിസ്. ഓക്കെ, അപ്പൊ y എന്ന് പറഞ്ഞൊരു പോയിന്റ്, y പ്ലസ് dy എന്ന് പറഞ്ഞൊരു പോയിന്റ്, അവിടെ രണ്ടിടത്തുള്ള ഓരോ ബ്ലോക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിനകത്തുള്ള കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. ഇതിന് ചുറ്റുമാണ് നമ്മൾ കറണ്ട് ഒഴുകുന്നത് അല്ലെ. ഓരോ ലൂപ്പായിട്ടാണ് കറണ്ട് ഒഴുകുന്നത് എന്ന് പറയാം അല്ലെ. അപ്പൊ നോക്കാം, ഇതിലൂടെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ഒഴുകുന്നു. ഈ ഒരു ലൂപ്പിലൂടെ, ഇത് ചിത്രമായി കാണിച്ചു തരാൻ നല്ല ബുദ്ധിമുട്ടാണ്, വേറെ ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല, എങ്ങനെ ഞാൻ കാണിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കി ടെക്സ്റ്റ് നോക്കി വരും. ഇതിലൂടെ വരുന്ന കറണ്ട് അങ്ങോട്ടാണ്, ഇതിലൂടെ വരുന്ന കറണ്ട് അങ്ങോട്ടാണ്, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ കറണ്ട് ഒഴുകുന്നു. നമുക്ക് കാണേണ്ടത് എക്സ് ആക്സിസിലൂടെ ഒഴുകുന്ന നെറ്റ് കറണ്ട് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഇതുപോലെ നമുക്ക് വൈയിലും സെഡിലും ഒക്കെ കാണാം. നമ്മളൊന്ന് കണ്ടിട്ട് ജനറലൈസ് ചെയ്യാം. നോക്കാം, ഇതല്ല എക്സ് ആക്സിസ്. അപ്പം ഇങ്ങനെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന കറണ്ട് അല്ലേ നമുക്ക് പരിഗണിക്കണ്ടേ. അപ്പൊ ഈ ക്യൂബിലൂടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു. തൊട്ടടുത്ത ക്യൂബിലും എന്ത് ചെയ്യുന്നു, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങോട്ട് ഒഴുകുന്നു, ഇതിങ്ങനെ ഇങ്ങോട്ട് ഒഴുകുന്നു, ഇതിങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകുന്നു. ഓക്കെ, ഇത് ചിത്രം ടെക്സ്റ്റ് നോക്കി വരയ്ക്കുക. ഓക്കെ, അപ്പം ഈ ഫേസിന് ഞാൻ 1 കൊടുത്തു, ഈ ഫേസിന് ഞാൻ 2 കൊടുത്തു. ഏത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത് രണ്ട് ഫേസ്. ഓക്കെ, അതിന് ഈ ഭാഗത്തെ ഫേസ് ഇങ്ങനെയാണ്, അതിലൂടെ ഇങ്ങനെ കറണ്ട് വരുന്നു അല്ലെ. ഇവിടെ ഇങ്ങനെ കറണ്ട് അങ്ങോട്ട് അല്ലെ, അങ്ങോട്ട്. ഇനി അപ്പുറത്തെ ഒരു ഫേസ് ഉണ്ട്, അതിലൂടെ കറണ്ട് ഇങ്ങോട്ട് അല്ലെ, ഇങ്ങനെ. അത് മനസ്സിലാക്കുക. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂലേ, രണ്ട് ക്യൂബുകൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെയുള്ള കറണ്ട് അങ്ങോട്ട്, അതിലൂടെ കറണ്ട് ഇങ്ങോട്ടാ വരിക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇവര് തമ്മിൽ ക്യാൻസൽ ആയി പോകില്ല. കാരണം ഞാൻ പറഞ്ഞു മാഗ്നറ്റൈസേഷൻ നോൺ യൂണിഫോം ആണ്. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ ഫീൽഡ് ആവില്ല. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അവർ അലൈൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എല്ലാ സ്ഥലത്തും ഒരുപോലുള്ള ഫീൽഡ് ആവില്ല. അതുകൊണ്ട് ഇവിടെയുള്ള കറണ്ട് ഇവിടെയുള്ള കറണ്ടും ഓപ്പോസിറ്റ് ആവും, പക്ഷെ ഈക്വൽ ആവില്ല. അതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്യൂല. ഓക്കെ, അത് കാരണം അവിടെ ഒരു എന്തുണ്ടാവും, എഫക്റ്റീവ് കറണ്ട് ഉണ്ടാവും.
ഇതിപ്പോ നമ്മൾ എന്തായി എക്സ് ഡയറക്ഷനിലുള്ള ഒരു ഫേസ് മാത്രമേ ഇട്ടുള്ളൂ. ഇനി എക്സ് ഡയറക്ഷനിൽ ഒരു സാധ്യത കൂടെ ഉണ്ട്. എന്തിന്? കറണ്ട് വരാനില്ല. ആ ചിത്രം കൂടെ ഇവിടെ വരക്കാം. നോക്കാം. ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. ഓക്കെ, ഇനി വീണ്ടും ഒരു ക്യൂബ് വരക്കാണ്. ഇത് സെഡ് എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള ക്യൂബാണ്. ഓക്കെ, നോക്കുക, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് അല്ലേ കറണ്ട് പോകുന്നത്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങിയാൽ കറണ്ട് മാഗ്നറ്റൈസേഷൻ കാര്യം മുകൾക്ക് വരിക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എം സെഡ് അങ്ങോട്ട് കാണിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെയല്ലേ കറങ്ങുന്നത്. അങ്ങനെ കറങ്ങിയാൽ മാഗ്നറ്റൈസേഷൻ മുകളിലേക്ക്. അതുപോലെ ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഒരു ചങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് മുകളിലായിട്ട് കുറച്ചൊരു വലിയൊരു ബ്ലോക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അറ്റ് സെഡ് പ്ലസ് ഡി സെഡ്. ഓക്കെ, ഇതിലൂടെയുള്ള കറണ്ട് ഇങ്ങനെ ഒഴുകുന്ന എഴുതാം. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇങ്ങോട്ട്, അങ്ങോട്ട്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, ഇങ്ങനെ. ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒഴുകി കഴിഞ്ഞാൽ, കറണ്ട് ഇങ്ങനെ ഒഴുകി കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റൈസേഷൻ എങ്ങോട്ടാ വരിക? ഈ ഡയറക്ഷനിൽ അല്ലെ. ഇത് മാഗ്നറ്റൈസേഷൻ എലോങ് വൈ ഡയറക്ഷൻ അറ്റ് പോയിന്റ് സെഡ്. ഇത് മാഗ്നറ്റൈസേഷൻ അറ്റ് ഇൻ വൈ ഡയറക്ഷൻ അറ്റ് പോയിന്റ് സെഡ് പ്ലസ് ഡി സെഡ് അല്ലെ. ആ ലൂപ്പിന്റെ ഇത് നോക്കിയാൽ മതി അല്ലെ. ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ അങ്ങോട്ടാ വരിക. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ അങ്ങോട്ടാ വരിക. അതുപോലെ ഇത് മുകളിലേക്കാ വരിക. ഇനി ഇതിലൂടെ ഈ ഒരു ഇതില് ഇങ്ങോട്ടൊരു കറണ്ടും അതുപോലെ ഇങ്ങോട്ടൊരു കറണ്ടും എക്സിൽ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിലൂടെ ഒരു കറണ്ട് താഴേക്ക് വരുന്നുണ്ട്, ഇതിലൂടെ ഒരു കറണ്ട് മുകളിലേക്കും പോകുന്നുണ്ട്. ഈ ഫേസിനെ ഞാൻ 1' എന്ന് വിളിച്ചു, ഇതിന് ഞാൻ 2' എന്ന് വിളിച്ചു. കാരണം ഇതിനെ ഓൾറെഡി ഞാൻ 1, 2 വിളിച്ചിട്ടുണ്ട്. അതിന് താഴെ 1' മുകളിൽ ഞാൻ 2' വിളിച്ചു. ഇനി ഞാൻ നെറ്റ് കറന്റ് ഇൻ എക്സ് ഡയറക്ഷൻ കാണാൻ പോവാം. നെറ്റ് കറന്റ് ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം ആദ്യം 1 നിന്ന് 2ലേക്കുള്ളത് അല്ലെ. കറന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഫ്രം ഫേസ് ഡ്യൂ ടു ഫേസ് 1 and 2 അല്ലെ. അതെന്താണ്? കറന്റിൽ നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഇൻറ്റു തിക്നെസ് എന്ന് എഴുതാൻ പറ്റും അല്ലെ. കറന്റിന് എനിക്ക് m ഇൻറ്റു ടി എന്ന് എഴുതാൻ പറ്റും. തൊട്ട് മുമ്പത്തെ ഫോർമുലയായിരുന്നു അല്ലെ. ആ രീതിയിൽ ഞാൻ എഴുതാണ്. അപ്പൊ നോക്കുക, ആദ്യം ഞാൻ കാണുന്ന എന്താണ്? ദ നെറ്റ് കറന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ബിക്കോസ് ഓഫ് ദി ഡിഫറെന്റ് മാഗ്നറ്റൈസേഷൻ. ഇൻ ഫിഗർ 1 എന്താണ്? കറന്റ് ഫ്രം 1 to 2 എന്താണ്? എം സെഡ് അറ്റ് y പ്ലസ് ഡി വൈ. മാഗ്നറ്റൈസേഷൻ എലോങ് സെഡ് ഡയറക്ഷൻ അറ്റ് y പ്ലസ് ഡി വൈ എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ. ഇൻറ്റു ഇതിന്റെ സെപ്പറേഷൻ ആണ് ഡി വൈ. ഇതിന്റെ തിക്നെസ് എന്താ വരിക? ഇതല്ലേ മാഗ്നറ്റൈസേഷൻ മുകളിലേക്കല്ലേ, അതിന്റെ തിക്നെസ് ഡി സെഡ് ആണ് വരിക. ഇതിന്റെ സെപ്പറേഷൻ ഡി വൈ ആ വരിക, പക്ഷെ ഇതിന്റെ ഈ ബ്ലോക്കിന്റെ തിക്നെസ് ഡി സെഡ് ആ വരിക. സെഡ് ഡയറക്ഷനിലല്ലേ മാഗ്നറ്റൈസേഷൻ. അപ്പം മാഗ്നറ്റൈസേഷൻ ഇൻറ്റു തിക്നെസ് എന്നല്ലേ വരിക. അതുപോലെ ഇതില് സെപ്പറേഷൻ എത്രയാണ്? ഇവരുമുള്ള സെപ്പറേഷൻ ഡി സെഡ് ആണ്. ഇതിന്റെ തിക്നെസ് എത്രയാണ്? ഇതാണ് തിക്നെസ് അല്ലെ. അതെത്രയാണ്? ഡി വൈ ആണ്. ഓക്കെ, അപ്പം കറന്റ് ഈക്വൽ ടു മാഗ്നറ്റൈസേഷൻ ഇൻറ്റു തിക്നെസ് അല്ലെ, ഇൻറ്റു ഡി സെഡ് എന്ന് വരും. മൈനസ് ഇവിടെ ഉള്ള കറന്റ് ഈ ഫേസ് 2ലുള്ളത് അല്ലെ. ഇപ്പൊ ഫേസ് 2ലുള്ളതാണ്, ഇനി 1ലുള്ളതാണ് അല്ലെ. മാഗ്നറ്റൈസേഷൻ അലോങ് സെഡ് ഡയറക്ഷൻ അറ്റ് വൈ ഇൻറ്റു ഡി സെഡ് എന്ന് കൊടുക്കാം അല്ലെ. ഇനി ഇത് രണ്ട് നോക്കുക. ഇതിപ്പോ എന്താ കാണിച്ചേ? I equal to m into thickness അല്ലെ. current in x direction due to phase 1 and 2 equal to magnetization at y plus dy into thickness dz minus magnetization at y into thickness dz അല്ലെ. നോക്കാം, ഇനി ഇത് y plus dy ലെയും y ലെയും മാഗ്നറ്റൈസേഷന്റെ ഡിഫറൻസ് അല്ലേ. ഡിഫറൻസ് ഒരു സ്മാൾ ഡിഫറൻസ് അല്ലേ. അത് നിങ്ങൾക്ക് ഡി എം എന്ന് പറഞ്ഞൂടെ അല്ലെ. നമ്മളിപ്പം വൈയിലുള്ള ചേഞ്ചിന് ഡി വൈ എന്ന് പറയില്ലേ, സെറ്റിലുള്ള ചേഞ്ചിന് ഡി സെറ്റ് എന്ന് പറയില്ലേ. അതുപോലെ ഇതിനെ
ഡി എം എന്ന് പറയാം ഏത് ഡയറക്ഷനിൽ, സെഡ് ഡയറക്ഷനിൽ. അതുകൊണ്ട് ക്യാൻ ബി റിട്ടൺ ആസ് ഡി എം സെഡ് ഇൻറ്റു ഡി സെഡ് എന്ന് എഴുതാം അല്ലെ. ഐ എക്സ് ഫ്രം 1 to 2 ഈക്വൽ ടു ഡി എം സെഡ് ഇൻറ്റു ഡി സെഡ് എന്ന് എഴുതാം. ഇനി ഈ ഡി എം സെഡിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡി എം സെഡിനെ ക്യാൻ ബി റിട്ടൺ ആസ് ഡോ എം സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഡി വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യും. ഇൻറ്റു ഡി വൈ ഡിവൈഡഡ് ബൈ ഡി വൈ. അപ്പൊ ക്യാൻസൽ ആയിപ്പോയി. ഇത് പാർഷ്യൽ ആക്കിയിട്ടുണ്ട്. അപ്പം ഐ എക്സ് 1 to 2 ഡോ എം സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് എന്നത് അല്ലെ, ആ രീതിയിൽ. അപ്പം കറന്റ് ഫ്രം phase 1 and 2 is dou mz by dou y into dy dz. അതുപോലെ ഇത് കാരണമുള്ള കറണ്ട് കാണണം. ഓക്കെ, അത് കാരണമുള്ള കറണ്ട് നോക്കാം. കറന്റ് ഇൻ x ഡ്യൂ ടു phase 1 dash and 2 dash എന്താ വരിക? മാഗ്നറ്റൈസേഷൻ ഇൻ y ഡയറക്ഷൻ അല്ലെ, y ഡയറക്ഷനിലല്ലേ, at z plus dz into thickness dy minus magnetization in y direction at z into dy എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു ടെഡിയസ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചിത്രത്തിന്റെ ഏകദേശം രൂപം ഉണ്ടാക്കാം, ഈ ഇക്വേഷന്റെ ഒരു ധാരണ ഉണ്ടാക്കാം. ഇത് ഇതുപോലെ ചെയ്യാം. ഓക്കെ, അത് ഇങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനിപ്പോ ചെയ്യണത് ഈ ഫേസിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കണല്ലേ. ഈ ഫേസിൽ കറണ്ട് ഇങ്ങട്ടാ എക്സ് ഡയറക്ഷനിൽ, അപ്പോൾ ഈ ഫേസിൽ കറണ്ട് അങ്ങട്ടാ. അവർ തമ്മിലുള്ള ഡിഫറൻസ് ആ കാണുന്നത് അല്ലെ. എങ്ങനെ? മാഗ്നറ്റൈസേഷൻ ഇൻറ്റു തിക്നെസ് അല്ലെ. എം ഐ ഇൻറ്റു സെഡ് പ്ലസ് ഡി സെഡ് ഇൻറ്റു ഡി വൈ മൈനസ് എം ഐ ഇൻറ്റു സെഡ് അറ്റ് ഡി വൈ എന്ന് കൊടുക്കാം. ഇതുപോലെ തന്നെ സെഡ് പ്ലസ് ഡി സെഡിലെയും സെഡിലെയും മാഗ്നറ്റൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതുകൊണ്ട് അതിന് ഡി എം വൈ എന്ന് കൊടുക്കാം. അപ്പം ഐ എക്സ് 1 dash to 2 dash ഈക്വൽ ടു ഡി എം വൈ ഇൻറ്റു ഡി വൈ എന്ന് കൊടുക്കാം. ഇനി ഡി എം വൈ എനിക്ക് എന്ത് ചെയ്യാം? ഐ എക്സ് 1 dash to 2 dash ഈക്വൽ ടു ഡി എം വൈ എനിക്ക് ഡോ എം വൈ ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് എന്ന് എഴുതാം ഇൻറ്റു ഡി വൈ. ഓക്കെ, അത് പാർഷ്യൽ ഡിഫറൻസിയേഷനിലെ റൂളാണ് അല്ലെ. ഇതിനെ ഡി എം വൈ എനിക്ക് ഡോ എം വൈ ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് എഴുതാം. അല്ലെങ്കിൽ ഡി സെഡ് കട്ട് ചെയ്ത് പോവാം. ഡി സെഡിനെ മൾട്ടിപ്ലൈ ഡിവൈഡ് എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ മതി. അത് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലുമുള്ള കറണ്ട് കിട്ടി. ഇനി നമുക്ക് നെറ്റ് കറണ്ട് കാണണം അല്ലെ. ഒരു ഫേസ് കാരണമുള്ള കറണ്ട് ഇതും മറ്റു ഫേസ് കാരണമുള്ള കറണ്ട് അതുമാണ്. ഇനി ടോട്ടൽ കറണ്ട് ഇൻ എക്സ് ഡയറക്ഷൻ കാണണം. അപ്പൊ എന്ത് ചെയ്യണം? ഇത് രണ്ടും കമ്പൈൻ ചെയ്യണം അല്ലെ. ഈ കറണ്ടും ആ കറണ്ടും ഫേസ് 1 2ലെയും 1 dash 2 dashലെയും കറണ്ട് കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് കിട്ടും അല്ലെ. അപ്പൊ നോക്കാം. നെറ്റ് കറണ്ട് ഇൻ എക്സ് ഡയറക്ഷൻ ഈക്വൽ ടു എന്താ വരിക? ഡോ എം സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഡി സെഡ് മൈനസ് ഡോ എം വൈ ബൈ ഡോ സെഡ് ഇൻറ്റു ഡി വൈ ഡി സെഡ് എന്ന് നോക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ആ രണ്ട് ഡിഫറൻസ് കാണും. ഇനി ഇതിൽ നമുക്ക് എന്താ കാണാല്ലേ? നമ്മളിപ്പോ എന്തിനാ പോണേ? വോളിയം ബൗണ്ട് കറണ്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ നോക്കണേ. എന്താണ് വോളിയം കറണ്ട് എന്ന് പറഞ്ഞാല്? വോളിയം കറണ്ട് ഇൻ എക്സ് ഡയറക്ഷനിലേക്ക് കാണാൻ പോണേ അല്ലെ. വോളിയം ബൗണ്ട് കറണ്ട് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ബൗണ്ട് കറണ്ട് എന്ന് പറഞ്ഞാല് എന്താണ്? കറന്റ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ കറന്റ് ഫ്ലോ ആണ്. വോളിയം ബൗണ്ട് കറന്റിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദി കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ ഓഫ് കറന്റ് അല്ലെ. അപ്പൊ നോക്കാം, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എക്സ് ബൈ ഇതിന്റെ ഏരിയ പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ എന്താണ്? ഡി വൈ ഡി സെഡ് ആണ്. എക്സ് ഡയറക്ഷനിലല്ലേ കറന്റ്, എക്സ് ഡയറക്ഷനിലല്ലേ കറണ്ട് ഒഴുകുന്നത്. അതിന്റെ ഒഴുക്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ആരൊക്കെ കാരണം ഉണ്ടാവുക? വൈയും സെഡും കാരണം അല്ലെ. അപ്പൊ ഐ എക്സ് ബൈ ഡി വൈ ഡി സെഡ് എന്ന് വരും. ഇനി ഇതിൽ നിന്നും ഐ എക്സ് ബൈ ഡി വൈ ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ എം സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ എം വൈ ബൈ ഡോ സെഡ് എന്ന് വരും അല്ലേ. അപ്പൊ ഇതിന്ന് ഇത് കിട്ടി. എന്താണ്? വോളിയം ബൗണ്ട് കറന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഇത് കിട്ടി അല്ലേ. ആ ചിത്രം നോക്കണേ, എന്നിട്ട് വേണം മനസ്സിലാക്കാൻ. കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ അല്ലേ. സിമിലർലി കറന്റ് ഇൻ y direction,
JB along y direction can be given as എന്ത് കൊടുക്കാം? ഇത് നോക്കാം, ഇവിടെ ഒരു റിലേഷൻ ശരിക്കും JB along x direction എന്ന് പറഞ്ഞാൽ ഡോ എൻ സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ എം വൈ ബൈ ഡോ സെഡ് ആണ് അല്ലേ? അതുപോലെ നമുക്ക് കറണ്ട് along y direction കാണാം. എങ്ങനെ? ഞാൻ അന്നൊരു വെക്ടർ റിലേഷനിൽ പറഞ്ഞിരുന്നു അല്ലേ? നോക്കാം, എക്സ് വൈ സെഡ് അത് സൈക്ലിക് ആക്കി ചെയ്ത എക്സ് കഴിഞ്ഞാൽ വൈ, വൈ കഴിഞ്ഞാൽ സെഡ്, ആരോടും സെഡ് കഴിഞ്ഞാൽ വീണ്ടും എക്സ് വൈ സെഡ് എക്സ് വൈ സെഡ്. നോക്കാം, എക്സ് വൈ സെഡ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതാൻ പറ്റും അല്ലേ? ഡോ എം. ഇവിടെ ഇത് നമുക്ക് ഇത് എക്സ് കഴിഞ്ഞാൽ വൈ പിന്നെ വൈ സെഡില്ലേ? ഇവിടെ എന്താ ഉള്ളേ? വൈ ആണ്. വൈ കഴിഞ്ഞാൽ ഏതാ? സെഡ് ആണ്. പിന്നെ ഏതാ? എക്സ് ആണ് അല്ലെ? അപ്പൊ വരേണ്ടത് എങ്ങനെയാണ്? എക്സ് ബൈ ഡോ സെഡ് മൈനസ് ഡോ എം സെഡ് ബൈ റിലേഷൻ നോക്കിയാൽ നോക്കട്ടെ. എക്സ് വൈ സെഡ് മുകളിൽ വൈയും സെഡും തിരിച്ചിടാം. ഓക്കെ, ഇവിടെ വൈ വൈ കഴിഞ്ഞാൽ സെഡ് പിന്നെ എക്സ്, വൈ സെഡ് എക്സ്. മുകളിൽ എന്ത് ചെയ്തു? എക്സും സെഡും തിരിച്ചിട്ടു. ഇനി നമുക്ക് അടുത്തൊന്ന് ചെയ്താൽ നോക്കാം. ഇതുപോലെ ഒക്കെ നോക്കിയാലേ ഉള്ളത് കിട്ടുക, അല്ലാതെ ഇപ്പൊ ഇത് എക്സാമിന് ഇത് ബൈഹാർട്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പോകാനൊന്നും പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാം? JB along Z ഡയറക്ഷൻ അല്ലെ? കറണ്ട് along Z ഡയറക്ഷൻ കിട്ടുക. Z ആണ് കഴിഞ്ഞത്, ഇനി എക്സും വൈ അല്ലല്ലേ? അപ്പം ഡോ എം ബൈ എക്സ്. Z കഴിഞ്ഞു, എക്സും വൈയും. അപ്പൊ ഇവിടെ ഡോ എക്സ് വരും മൈനസ് ഇവിടെ ഡോ വൈ വരും. അതുകൊണ്ട് ഇവിടെ വൈ വരും, ഇവിടെ ഡോ എം എക്സ് വരും അല്ലെ? കൺഫേം ചെയ്യട്ടെ. ഡോ എം വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം എക്സ് ബൈ ഡോ വൈ അല്ലെ? ഈ രീതിയിൽ വരും അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? ഇത് എന്താണ്? കറണ്ട് along എക്സ് ഡയറക്ഷൻ, ഇത് കറണ്ട് along വൈ ഡയറക്ഷൻ, ഇത് കറണ്ട് along സെഡ് ഡയറക്ഷൻ. കറണ്ട് along എക്സ് ഡയറക്ഷൻ ഡോ എം സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ എം വൈ ബൈ ഡോ സെഡ്. ഇത് ഇങ്ങനെ, ഇത് ഇങ്ങനെ കിട്ടും അല്ലെ? ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കിയാൽ നമ്മൾ മുമ്പേ ചെയ്ത ഒരു റിസൾട്ട് കിട്ടും. എന്താണത്? JB ഈക്വൽ ടു ഡെൽ ക്രോസ് എം അല്ലെ? ഇനി എങ്ങനെ കിട്ടത് കാണിച്ചു തരാം. JB ഈക്വൽ ടു ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ്. ഡെൽ എന്ന് പറഞ്ഞാല് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. ഇവിടെ എം എക്സ് എം വൈ എം സെഡ് എന്ന് വരും അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ പിന്നെ ക്രോസ് പ്രൊഡക്റ്റ് കാണാം അല്ലെ? ഈ ഡിറ്റർമിനന്റ് കണ്ടാ പോരെ? നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ ഡിറ്റർമിനന്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ അല്ലെ? നമുക്ക് എക്സ് കമ്പോണന്റ് മാത്രം നോക്കാം. JBയുടെ എക്സ് കമ്പോണന്റ് മാത്രം നോക്കാം. നോക്കാം, ഇതല്ലേ വരിക? ഡോ എം സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ എം വൈ ബൈ ഡോ സെഡ്. ഡോ എം സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ എം വൈ ബൈ ഡോ സെഡ് അല്ലെ? അതുപോലെ വൈ ക്യാപ്പ് എന്താ വരിക? അത് അടുത്ത ടേം മൈനസ് വരും. അതെന്ത് ചെയ്യുക? ബ്രാക്കറ്റിനകത്തേക്ക് എടുത്തിട്ട് തിരിച്ചിടുക. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത്. ഇത്ര ചെയ്താൽ മതി. ഇത് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ആ രണ്ടാമത്തെ ടേം ഉണ്ടല്ലോ മൈനസ് വൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതൊന്ന് പ്ലസ് ആക്കി റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഓരോ കമ്പോണന്റും കിട്ടും. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്താൽ എന്താണ്? JB ഈക്വൽ ടു ഡെൽ ക്രോസ് എം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അത് വരുന്നത്. കുറച്ച് ലെങ്തി ആൻഡ് ബോറിംഗ് ആയിപ്പോയി, സാരല്ല. നമുക്ക് പിന്നെ ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം സ്ട്രിപ്പ് എടുത്ത് വരച്ച് നമ്മൾ സർഫസ് കറണ്ട് കാണുന്നതും അതുപോലെ ബ്ലോക്ക് എടുത്ത് വരച്ച് വോളിയം ബൗണ്ട് കറണ്ട് കാണുന്നതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ഒരു സിമ്പിൾ ലോജിക്ക് മാത്രം മനസ്സിലാക്കുക, അല്ലാതെ ആകെ കൂടെ ബൈ ഹാർട്ട് ചെയ്ത് കൊള്ളാക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തേക്ക്. ബാക്കി അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.